ഇന്ന് നമുക്ക് 2016 വരെ ഒന്ന് പോയാലോ? നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച പോലെ ഞാനും ഷാൽജയും തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ വെച്ച് മീറ്റ് ചെയ്തു. മൂന്നാറായിരുന്നു ലക്ഷ്യം. ഡയറക്റ്റ് ബസ് കിട്ടാത്തത് കൊണ്ട് 2 ബസ്സും മാറി കയറേണ്ടി വന്നു. വഴിയിൽ വമ്പൻ ഫോട്ടോഗ്രാഫേഴ്സ് കണക്കെ ഫോൺ ക്യാമറ വെച്ച് കുറച്ച് ക്ലിക്സ് ഒക്കെ എടുത്തു. വൻ ശോഭയായിരുന്നു. കൂടാതെ ഒരു ഊള സെൽഫിയും എടുക്കാൻ മറന്നില്ല. വഴിയിൽ നല്ല കോട ഉണ്ടായിരുന്നു. മൂന്നാർ ടൗണിൽ ബസ് ഇറങ്ങി അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ചെറുതായി ഒന്ന് മഴ ചാറിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് 100 രൂപ കൊടുത്ത് ഒരു കാലം കൂടെ വാങ്ങി. പിന്നെ നമ്മുടെ ട്രാവൽ പ്ലാനർ പറഞ്ഞ ലൊക്കേഷനിലെത്തി. എടുത്ത ഫോട്ടോസ് കാണുമ്പോഴാണ് ഓർമ്മ വന്നത് ആ കാലത്ത് തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു മോൾ ഓഫ് ജോയിൽ നിന്നും വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങിയ നൈക്കിയുടെ നല്ല ഊള ഷൂസ്. ട്രെക്കിങ്ങിന് ഒട്ടും പറ്റാത്ത വൃത്തികെട്ട സാധനം ഇടുമ്പോൾ ജീൻസിന് താഴെ നിന്ന് കുറച്ച് മടക്കി മേലോട്ട് വെച്ചിരുന്നതിൽ നന്നായിരുന്നേനെ എന്ന് ഇപ്പൊ തോന്നുന്നു. അതൊക്കെ പോട്ടെ, യാത്രയിലേക്ക് തിരിച്ചു വരാം. മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ റൂട്ട് ക്യാമ്പിലേക്ക്. ഒരു നീല കിഡിലായിരുന്നു അങ്ങോട്ട് പോയത്. റോഡ് സൈഡിൽ ഒരിടത്ത് വണ്ടി നിർത്തി അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് ഒരു ലൈമൊക്കെ കാച്ചി. പിന്നെ ഒരു തോട്ടം വഴി നടത്തായിരുന്നു. ഒരു 3/4 മണിക്കൂറെങ്കിലും നടന്നു കാണും. നല്ല തണുപ്പ്. വഴിയിലൊന്നും ഒറ്റ ആളില്ലായിരുന്നു. ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും ഇരുട്ട് പരന്നു. ഒറ്റ കുഞ്ഞില്ല. 10 പേരുള്ള ക്യാമ്പിംഗ് ആയിരുന്നു പ്ലാൻ. ഞങ്ങളെ കൂടാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നന്നായി എന്ന് തോന്നി. കാരണം ടെന്റ് അടിയും കുക്കിങ്ങും ക്യാമ്പ് ഫയറും കഥകളും ഒക്കെ ആയിട്ട് വേറെ വൈബായിരുന്നു. രാത്രി കുറച്ച് വൈകിയാണ് ബാക്കി ടീംസ് എത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള MBBS സ്റ്റുഡൻസിന്റെ ഒരു ഗ്യാങ് ആയിരുന്നു അത്. ജസ്റ്റ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു, എന്നിട്ട് കിടന്നുറങ്ങി. കാരണം ഒത്തിരി നേരം വൈകിയിരുന്നു. ടെന്റൊക്കെ അടിച്ച് സ്ലീപ്പിംഗ് ബാഗിനകത്തുള്ള ഒരു ഉറക്കം അതെന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നേ. തണുപ്പിന്റെ കനം കൂടിക്കൂടി വന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ എല്ലാവരെക്കാളും മുന്നേ ഉണർന്നത് ഞാനായിരുന്നു. കൈയൊക്കെ ആകെ കൂടെ വരച്ചൊരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. പിന്നാലെ ഷാലിജ എഴുന്നേറ്റു. പിന്നെ ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെയായിരുന്നു മെയിൻ സാധനം, മലകയറ്റം. കാനം സംഭവം എന്ന് പറഞ്ഞ ഈ ജാതി കാനം സംഭവം. നടന്ന് ഊപ്പാടിളകി എന്ന് പറഞ്ഞാൽ പോരെ. എന്നാലും എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയണം. മേലെ എത്തിയ ശേഷം ഒരു ഇരിപ്പുണ്ട്. ശ്വാസം തിരിച്ചു പിടിച്ചു കഴിഞ്ഞ് പ്രസന്റിലോട്ടുള്ള ഒരു തിരിച്ചുവരവുമുണ്ട്. അതിന് വേണ്ടിയായിരുന്നു ഈ കയറ്റം എന്ന് ഓർക്കുമ്പോൾ വെറുതെ ആയില്ലെന്നൊരു ബോധ്യം വരും. കൂട്ടി വിളിച്ചും ഇരുന്നും കിടന്നും ചാടിയും മറിഞ്ഞും ഒക്കെ കുറെ സമയം അവിടെ ചെലവഴിച്ചു. വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടെങ്കിലും എന്തൊക്കെയോ മറന്നു വെച്ച പ്രതീതിയായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ. നല്ലൊരു യാത്രയുടെ ഓർമ്മകളും കയറി തിരിച്ച് ഞങ്ങൾ വണ്ടി കയറുമ്പോൾ പതിവില്ലാത്തൊരു നിശബ്ദതയായിരുന്നു ഞങ്ങൾക്കിടയിൽ. ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പുതിയൊരു യാത്രയുടെ വിശേഷവുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, മലയാളി ഫ്രം തൃശൂർ. Bye for now.